സംസ്ഥാനത്തുടനീളം അതിതീവ്ര മഴ നാളെയും തുടരും എന്നാണ് നമുക്ക് കിട്ടുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ്. വയനാട് ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അതുപോലെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കണമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് മത്സ്യബന്ധനത്തിലുള്ള വിലക്ക് തുടരുകയാണ്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മറ്റന്നാളൊരു ന്യൂനമർദ്ദം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് വരുന്നു. കൂടുതൽ കാലാവസ്ഥാ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാർ തത്സമയം ചേരുകയാണ്. അജീഷ്, ഇന്നത്തെ വാർത്താപ്പകലിൽ നടുക്കമുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുവെന്ന് നമ്മുടെ റിപ്പോർട്ടുകൾ കണ്ടപ്പോൾ മനസ്സിലായി. ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് ഏതൊക്കെ സ്ഥലത്താണ് ജാഗ്രതകൾ പാലിക്കേണ്ടത്? വിദ്യാർത്ഥികൾക്കായിട്ട് പ്രത്യേകിച്ച് മുന്നറിയിപ്പ് എന്തെങ്കിലും ഉണ്ടോ? അവധിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചോ? പറയൂ. SKN സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം കൂടി അതിതീവ്ര മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. 24 മണിക്കൂറിൽ 204 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. തെക്കൻ കേരളത്തിലും നാളെ മുതൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. 8 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ കോട്ടയം മുതൽ കാസർഗോഡ് വരെയുള്ള 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അതിതീവ്ര മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. പെട്ടെന്നുള്ള കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. ഈ ദിവസങ്ങളിൽ മലയോര മേഖലകളിൽ കനത്ത ജാഗ്രത വേണം. മലവെള്ളപ്പാച്ചിലിനും കരുതിയിരിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശത്ത് താമസിക്കുന്നവർ കനത്ത ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധനത്തിന് ഉള്ള വിലക്ക് തുടരുകയാണ്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മറ്റന്നാളോടെ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. ഇതോടെ സംസ്ഥാനത്ത് വ്യാപകമായി ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ നദീജല അളവും ഉയരുന്നുണ്ട്. അതുകൊണ്ട് നദീജല തീരത്ത് താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്നും റവന്യൂ അതോറിറ്റിയുടെ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. താങ്ക് യു അജീഷ് ജയകുമാർ. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് വളരെ തീവ്രമായ മഴയുടെ കെടുതികളുടെ വാർത്തകളും വന്നു. ഇന്ന് ദുരിത പെയ്ത്തിന്റെ ഒരു ദിവസം കൂടിയായിരുന്നു. ഇന്നത്തെ വാർത്താ പകൽ നമ്മൾ നോക്കുമ്പോൾ സംസ്ഥാനത്തുടനീളം മഴയുടെ ഒരുപാട് കുഴപ്പങ്ങൾ ലഭ്യമായിരുന്നു.